ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസും എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ നോക്കിയാൽ അറിയാം, ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൂട്ടുകാരുടെ പേരും സ്കൂളിൻ്റെ പേരും ഡിവിഷനും ഒക്കെ എഴുതാനായിട്ട് സ്ഥലം തന്നിട്ടുണ്ട്. അവിടെ തെറ്റാതെ കൂട്ടുകാർ എഴുതുക. തൊട്ട് താഴെയായിട്ട് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കൂട്ടുകാർ ക്വസ്റ്റ്യൻ ആൻസറുകൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ആക്ടിവിറ്റീസായിട്ട് നോക്കാം. ആക്ടിവിറ്റി ഫസ്റ്റ്, ലിസൺ ആൻഡ് ആൻസർ. Your teacher will tell you a story. Listen carefully. കൂട്ടുകാരുടെ ടീച്ചർ ഒരു മനോഹരമായ കഥ പറഞ്ഞു തരും. അത് ശ്രദ്ധയോടെ കേൾക്കുക. Read the following questions and answer them. അതിനുശേഷം ഈ ഒരു 5 ചോദ്യങ്ങൾ വായിക്കുക. വായിച്ചതിന് ശേഷം അതിന് ആൻസർ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, where did Tommy go with his parents? Answer, Tommy went to the zoo with his parents. Second question, Tommy heard the loud roar of a dash. Tommy heard the loud roar of a lion. Next, third question, what was the elephant doing? Answer, drinking water from the pond. Next, fourth question, who was dancing near the entrance? Answer, a monkey was dancing near the entrance. Fifth question, I love animals. Who said so? Answer, Tommy. നെക്സ്റ്റ് നോക്കിയ കൂട്ടുകാരെ, ആക്ടിവിറ്റി 2, റീഡ് ആൻഡ് റൈറ്റ്. റീഡ് ദ ഫോളോയിങ് സ്റ്റോറി ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ഗിവൻ ബിലോ. കൂട്ടുകാരെ, രണ്ടാമത്തെ ചോദ്യം എന്താ? ഈ ഒരു സ്റ്റോറി വായിക്കുക, കഥ വായിക്കുക, ശേഷം തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുക. നോക്കിയേ, മിയാസ് പാരൻസ് സർപ്രൈസ്ഡ് ഹെർ വിത്ത് എ ന്യൂ ക്യാമറ ഓൺ ഹെർ ബർത്ത്ഡേ. മിയാസ് ഐസ് സ്പാർക്കിൾഡ് ആസ് ഷീ ഹെൽഡ് ദി ക്യാമറ. She was eager to take her first shoot. She walked around her backyard and took photos of flowers, birds, and trees. As the sun began to set, she captured a stunning sunset also. It was a perfect shot. This is very nice, said mother. Mia's parents were impressed by her talent in photography and encouraged her. Keep practicing photography. You will become a fine photographer, her father said. After that, Mia became more confident in photography. She captured the beauty of the world. അപ്പോൾ നമ്മൾ മനോഹരമായ സ്റ്റോറി വായിച്ചു അല്ലേ? നെക്സ്റ്റ് നമുക്ക് ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് മിയ ഗെറ്റ് ഫോർ ഹർ ബർത്ത്ഡേ? ആൻസർ, മിയ ഗോട്ട് എ ന്യൂ ക്യാമറ ഫോർ ഹർ ബർത്ത്ഡേ. Second question, Mia took photos of dash, flowers, birds and trees. Third question, find a similar word for wondered from this story. Answer, surprised. Fourth question, this is very nice, Mia's mother said looking at the photo of dash. Answer, sunset. Fifth question, how did Mia's parents react to her photos? Answer, encouraged. Next, activity 3, meet the hero. A former student of your school gets a literary award for the best novel. He visits your school to talk with you. Prepare some questions to talk with the guest. Any 3 questions. അപ്പോൾ ഗസ്റ്റിനോട് ചോദിക്കാനായിട്ട് ഒരു 3 ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what inspired you to become a writer? Second question, how did you write your award-winning novel? Third, what advice would you give to students who want to become writers? Next നോക്കിയ കൂട്ടുകാരെ, ആക്ടിവിറ്റി 4, attempt any one of the following. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. A or B ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ മതി. ഇവിടെ ഞാൻ 2 ക്വസ്റ്റ്യൻ്റെയും ആൻസർ പറയുന്നുണ്ട്. കൂട്ടുകാർ എക്സാം എഴുതുമ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറയുന്ന ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിൽ കൂട്ടുകാർക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രം ചൂസ് ചെയ്ത് ആൻസർ ചെയ്യുക കേട്ടോ. രണ്ടും കൂടെ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഫസ്റ്റ് നോക്കി, A. Conversation.
Lily cried because she was separated from her best friend Max. Max was also sad, missing his friend Lily. So Max called her on her mobile phone. നോക്കിയോ കൂട്ടുകാരെ, രണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർ തമ്മിൽ പിരിയാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒത്തിരി സങ്കടമാകുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഫോണിൽ സംസാരിക്കുന്നതാണ്. നോക്കാം. റൈറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ ലിലി ആൻഡ് മാക്സ്. ലിലിയും മാക്സും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാം. നോക്കി. ഹേയ് ലിലി, ഇറ്റ്സ് മീ മാക്സ്. ലിലി, ഹായ് മാക്സ്, ഐ വാസ് മിസ്സിങ് യു സോ മച്ച്. ഹൗ യു? മാക്സ്, ഐ എം ഫൈൻ, ബട്ട് ഐ മിസ് യു ടു. ഡോണ്ട് ബി സാഡ്, we can talk every day. Lily, thank you, Max. That makes me feel happy. I hope we meet soon. Max, we surely will. Keep smiling and take care. Goodbye. അപ്പോൾ ഇതുപോലെ കൂട്ടുകാർക്ക് കൺവെർസേഷൻ എഴുതാനായിട്ട് എക്സാമിന് ചോദിക്കാം. കൺവെർസേഷൻ നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ് അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കി. ഡിസ്ക്രൈബ് ദി event. Look at the pictures. Some events are given below. Describe the events into a narrative. കണ്ടോ കൂട്ടുകാരെ, മനോഹരമായ 4 ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കുട്ടികൾ വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ കിടക്കുന്നത് കാണാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? രക്ഷിക്കുന്നു. രക്ഷാപ്രവർത്തകരെല്ലാം കൂടെ അവരെ വീട്ടിൽ കൊണ്ടാക്കുന്നു. കണ്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഡിസ്ക്രൈബ്, വിവരണം തയ്യാറാക്കണം. നോക്കിയേ. On day there was heavy rain and a trouble flood. The water entered the house and many people were trapped. 2 boys were struggling in the flood water and cried for help. Soon, a rescue helicopter arrived. The rescue team threw a rope and carefully rescued the boys from the flood. They lifted the boys safely into the helicopter. The helicopter took the boys to a safe place. Their parents were very happy to see them safe. They thanked the rescue team for saving their children. Everyone praised the rescue workers for their bravery and kindness. അപ്പോൾ ഇതുപോലെ കൂട്ടുകാർക്ക് എക്സാമിന് പിക്ചേഴ്സ് തന്നിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് വിവരണം തയ്യാറാക്കി എഴുതാനായിട്ട് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ കൂട്ടുകാർ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ് നോക്കി. ആക്ടിവിറ്റി 5. അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദി ഫോളോയിങ്. നേരത്തെ പോലെ തന്നെ ഓപ്ഷൻസ് ഉണ്ട്. എ ഓർ ബി ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒന്ന് കൂട്ടുകാർക്ക് അറിയാവുന്നത് ചെയ്താൽ മതി. ഞാനിവിടെ രണ്ടിൻ്റെയും ആൻസർ പറയുന്നുണ്ട് കേട്ടോ. നോക്കിയേ. ഫസ്റ്റ് എ, ഡയറി എൻട്രി. ഫസ്റ്റത്തത് ഡയറി എഴുതാനാണ്. The fireman checked Tilna's mother and gave her first aid. Slowly she opened her eyes. That night, Tilna wrote her feelings in her diary. ആൻസർ എഴുതാം. ഡയറി എഴുതുമ്പോൾ ഒരു ബോക്സ് വരയ്ക്കുക. ശേഷം ഡേറ്റും ഡേയും എഴുതുക. നോക്കിയേ. ഡയറി. I cannot forget this day. My mother suddenly fainted at home. I was very scared and did not know what to do. I immediately called the fire and rescue team for help. They came quickly and gave my mother first aid. After some time, she opened her eyes. I felt so happy and relieved. I thanked the brave firemen for saving my mother. Today, I learned that staying calm and acting quickly can save a life. I will never forget this day. അപ്പോൾ ഡയറി എഴുതാൻ കൂട്ടുകാർ പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ നോക്കി. നോട്ടീസാണ്. നോട്ടീസ് തയ്യാറാക്കാനാണ്. അപ്പോൾ നോക്കി, എന്തിനാണ് നോട്ടീസ് നമ്മൾ തയ്യാറാക്കേണ്ടത്? തിൽന വാസ് ഇൻവൈറ്റഡ് ടു യുവർ സ്കൂൾ ടു റിസീവ് എൻ അവാർഡ് ഫോർ ഹർ ബ്രാവറി. ദിൽന കൂട്ടുകാരെ സ്കൂളിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്യുകയാണ്. എന്തിനാണ്? അവളുടെ ബ്രാവറിക്ക് അവാർഡ് കിട്ടുന്നത് കാണാനായിട്ട്. അപ്പോൾ പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദി പ്രോഗ്രാം. ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള നോട്ടീസ് പ്രിപ്പയർ ചെയ്യുക. നോക്കിയേ. ഡേറ്റ് September 10th. പ്ലേസ് സ്കൂൾ ഓഡിറ്റോറിയം. Our school is organizing a bravery award ceremony to honor Tilna for her courageous act. All students and teachers are invited to attend the program. Time 10 a.m. All are welcome. അപ്പോൾ ഇതുപോലെ നോട്ടീസ് തയ്യാറാക്കാനുള്ള മോഡലും കൂട്ടുകാർ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് കൂട്ടുകാരുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ആൻസറുകളും നോക്കി. കൂട്ടുകാർ കോൺവെർസേഷൻ എഴുതാൻ, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ എഴുതാനായിട്ട് നോട്ടീസ്, ഡയറി, ലെറ്റർ, അതുപോലെ തന്നെ പാസേജ് തന്നിരുന്നാൽ വായിച്ചിട്ട് അതിൻ്റെ ആൻസർ ചെയ്യാനായിട്ടൊക്കെ ഉള്ളത്, ആർട്ട് മോർ ലൈൻസ്, ഇതൊക്കെ കൂട്ടുകാർ പഠിച്ചു വെച്ചിരിക്കുക. ഇതിലേതെങ്കിലും കൂട്ടുകാർക്ക് എക്സാമിന് 5 ആക്ടിവിറ്റീസ് ചോദിക്കാം.
അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത എക്സാം സ്പെഷ്യലുമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്